മുഖം ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും അതുപോലെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ക്ലീനപ്പ് പ്ലസ് ഫേഷ്യലായിട്ടുള്ള ഒരു അടിപൊളി ഫേഷ്യൽ റുട്ടീൻ കാണിച്ചു തരട്ടെ. സിമ്പിളായിട്ട് ചെയ്യാം, പക്ഷെ അടിപൊളി റിസൾട്ടായിരിക്കും. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ആദ്യം തന്നെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാനൊക്കെ നല്ലതാണ്, ഭയങ്കര സൂത്തിങ് ആയിരിക്കും. അതിനുശേഷം മിക്സസ് ആയിട്ടുള്ള വെള്ളം തുടച്ചു മാറ്റുക. അടുത്ത് കുറച്ച് കസ്തൂരി മഞ്ഞളുടെ പൊടി എടുത്ത് കുറച്ച് പാലിൽ മിക്സ് ആക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് നല്ല രീതിയിലൊരു ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരല്പം 2-3 തുള്ളി മാത്രം പാലെടുക്കുക, ബാക്കി നിങ്ങൾ റോസ് വാട്ടർ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ആ ഒരു മിക്സ് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ഒരു പഞ്ഞിയിൽ മുക്കിയതിന് ശേഷം അതുപോലെ വൈപ്പ് ചെയ്തെടുക്കുക. മുഖത്ത് ഇമ്പ്യൂരിറ്റീസും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാണ്. മേക്കപ്പ് ഉണ്ടല്ലോ, മേക്കപ്പിൻ്റെ അവശിഷ്ടങ്ങൾ പോർസിൻ്റെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും അടിപൊളിയാണ്. 4-5 സ്റ്റെപ്സ് ഒന്നും ചെയ്യാൻ വയ്യ, അതുകൊണ്ട് സ്ക്രബും പാക്കും എല്ലാമായിട്ട് ഇത് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്, ഒപ്പം കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്ക് പാല് ചേർത്ത് മിക്സ് ആക്കാം. ഇനി ഓയിലി സ്കിൻകാരാണ് പാല് സെറ്റാവില്ല എന്നാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് റോസ് വാട്ടർ യൂസ് ആക്കാവുന്നതാണ്, അലോവേര ജെൽ യൂസ് ആക്കാവുന്നതാണ്. പിന്നെ പിഗ്മെൻറ്റേഷൻ ഒരുപാടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോൻ്റെ ജ്യൂസും സൺ ടാൻ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ തൈരും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഓയിലി സ്കിൻകാരാണെങ്കിൽ പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് മുഖം നന്നായിട്ട് കഴുകുക. അതിനുശേഷം ഈ ഒരു പാക്ക് ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിന്നിൽ ഈവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇത് നന്നായിട്ട് നമ്മുടെ മുഖത്ത് വർക്ക് ചെയ്യും. ഒരു ഇച്ചിരി കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒരുപാട് കട്ടിയല്ല, എന്നാലും ഒരു മീഡിയം തിക്നെസ്സിൽ അപ്ലൈ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഡ്രൈ ആയി പോകും. ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഷൻ കൂടെ ഈ പാക്ക് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാത്തതുകൊണ്ടായിരിക്കും പലപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് കിട്ടാത്തത്. അടിപൊളിയായിട്ട് യൂസ് ആക്കുക. ഇനി 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഡ്രൈ ആയി പോകാൻ തോന്നുകയാണെങ്കിൽ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ വെള്ളം വെറുതെ കൈ കൊണ്ടോ ഒന്ന് മുഖത്ത് തളിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും അത് നനയും. എന്നിട്ടൊരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സ്ക്രബിങ് മസാജ് കൊടുത്തിട്ട്, അതായത് ഒരു സർക്കുലർ മസാജ് ഉണ്ടല്ലോ, വിരൽ വെച്ചിട്ട് റൗണ്ടിൽ ഇങ്ങനെ മസാജ് ചെയ്ത് മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്കത് വാഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ എന്താണോ സ്കിൻ കെയർ ചെയ്യുന്നത് അത് തന്നെ ചെയ്താൽ മതി. ഞാനിവിടെ അലോവേര ജെല്ലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും യൂസ് ആക്കണം. ഏത് സ്കിൻ കെയർ ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം, പക്ഷേ മസ്റ്റായും ഒരു അലോവേര ജെൽ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്യൂട്ടിഫുൾ റിസൾട്ട് കിട്ടും, അടിപൊളിയായിട്ട് വർക്ക് ആകും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.